തിരുത്തേണ്ടത് തിരിച്ചറിഞ്ഞു എന്ന ചോദ്യത്തിന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഓരോ നേതാക്കളായിട്ടുള്ള പ്രതികരണങ്ങൾ വരികയാണ്. കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ നന്നായി തോറ്റു, എങ്ങനെ തോറ്റു എന്നുള്ളതാണ് നോക്കേണ്ടത്, അല്ലാതെ ജയിച്ചു എന്ന് പറയുകയല്ല എന്ന് വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നിപ്പോൾ ടി.എം. തോമസ് ഐസക്കാണ് കൂടുതൽ ശക്തമായ പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പല നേതാക്കളും ഒറ്റയ്ക്കും തെറ്റയ്ക്കുമൊക്കെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. തിരുത്താതെ നിവൃത്തിയില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് പാർട്ടി എത്തി എന്നൊരു ബോധ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ ജനങ്ങളോട് തുറന്ന മനസ്സോടെ സംവദിക്കണം. പാർട്ടിക്കാരുടേതല്ല, ജനങ്ങളുടെ പാർട്ടിയാണ്. അച്ചടക്കം സ്വയം പാലിക്കേണ്ടതാണ്. എന്തുകൊണ്ട് അനുഭാവികളെതിരായി എന്ന് പരിശോധിക്കണം. അത് മനസ്സിലാക്കാൻ സംവാദങ്ങൾ വേണം. അതായത് പാർട്ടിക്കകത്ത് അടച്ചിട്ട ചർച്ചകൾ പോരാ. ആ ചർച്ചകൾ നടത്തുമ്പോൾ തന്നെ ജനങ്ങളോട് സംവദിക്കുകയും ജനങ്ങൾ എന്താണെന്ന് പറയുന്നത് കേൾക്കാനുള്ള ഒരു ചെവി ഉണ്ടാവുകയും വേണമെന്ന് അദ്ദേഹം പറയുന്നു. CPM-ന്റെ 80% വോട്ടും താഴെത്തട്ടിൽ നിന്നാണ്. അത് 40%-ഓളം പാവപ്പെട്ടവർ, തൊഴിലാളികളാണ് വോട്ട് ചെയ്തിരുന്നത്. ആ വോട്ട് എങ്ങനെയാണ് മാറിക്കുത്തിയത്, എങ്ങനെ പാർട്ടിയിൽ നിന്ന് അകന്നു പോയി എന്ന ഗുരുതരമായ വിഷയം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തോമസ് ഐസക് പറയുന്നു. എപ്പോൾ പറയുന്നു എന്നതും പ്രാധാന്യമുള്ള കാര്യമാണ്. ഇപ്പോൾ ഇന്നു മുതൽ എങ്ങനെ പരാജയപ്പെട്ടു എന്ന കാര്യങ്ങൾ പരിശോധിക്കാനായി പാർട്ടിയുടെ നേതൃയോഗങ്ങൾ തുടങ്ങിയിരിക്കുന്ന ദിവസം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുന്നത്. അപ്പോൾ അദ്ദേഹം ഈ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നില്ല, പാർട്ടിക്കകത്ത് പറയേണ്ടതുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കടുപ്പത്തിലുള്ള പ്രതികരണങ്ങൾ, കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെതായ മനസ്സിലാക്കൽ, അതൊക്കെ അദ്ദേഹം പാർട്ടിക്കകത്ത് പറയുമെന്ന് വേണം കരുതാൻ. അതൊക്കെ പിന്നീട് പുറത്തു വരുമായിരിക്കും. അപ്പോഴും ഏറ്റവും ഗുരുതരമായ പിഴവരുത്തുന്ന, അല്ലെങ്കിൽ ഈ ശൈലിയിൽ ആദ്യം മാറ്റം വരുത്തേണ്ട മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി ആ ശൈലി തിരുത്തുമോ? മുഖ്യമന്ത്രിയെ തിരുത്താൻ ഈ പാർട്ടിയിലെ എത്ര പേർ പ്രതികരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ ഭരണവുമായി ബന്ധപ്പെട്ട് വിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെയാണ്. അതിനെ ജനം എങ്ങനെ എടുത്തു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധനയിലേക്ക് കടക്കുമ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് വിമർശിക്കാൻ പാർട്ടിക്കകത്ത് കുറച്ചു കാലമായി പാർട്ടി യോഗങ്ങളിൽ അത്തരം കാര്യങ്ങൾ നടക്കാറില്ല എന്നുള്ളത് നമ്മൾ പല കാലങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം, അല്ലെങ്കിൽ പാർട്ടിക്കാണ് കടിഞ്ഞാൻ, ആ കാര്യത്തിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിരുന്നു. പക്ഷേ ഈ ഒരു പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിലേക്കൊക്കെ തിരിച്ചു പോകുമോ പാർട്ടി എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ്. നേരത്തെ ഈ പോസ്റ്റ് പോൾ സർവേകൾ വരുമ്പോൾ CSD's സർവേയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ 45% നായർ വോട്ടും 33% ഈഴ വോട്ടും BJPക്ക് പോയി എന്ന ഒരു കണക്ക് കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി പാർട്ടി പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ പറയുന്ന ഭരണവിരുദ്ധ വികാരങ്ങൾ മാത്രമല്ല, അതല്ലാതെയുള്ള കാര്യങ്ങളും എങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം പറയേണ്ടതാണ്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടും തോമസ് ഐസക് പറയുന്നുണ്ടല്ലോ. സാമൂഹ്യ മാധ്യമങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് ആയാലും BJP ആയാലും കാശ് കൊടുത്ത് കാര്യങ്ങൾ വാങ്ങുന്നു, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേജുകൾ വാങ്ങുന്നു, ആ തരത്തിൽ പ്രചാരണങ്ങൾ നടത്തിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ലെഫ്റ്റിന് സോഷ്യൽ മീഡിയയിൽ ആ തരത്തിലുള്ള ഒരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ പാർട്ടിക്ക് പണമില്ലാത്തതുകൊണ്ടാണ് എന്ന അദ്ദേഹത്തിൻ്റെ ഭാരത്തോട് എനിക്ക് യോജിപ്പില്ല. പാർട്ടിക്ക് പണമില്ലാഞ്ഞിട്ടല്ല, ആ രൂപത്തിൽ ചില പ്രതികരണങ്ങളൊക്കെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്നുമുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ തന്നെ CPM-ന് വേണ്ടി പ്രവർത്തിച്ചിട്ടുമുണ്ട്. അതിലപ്പുറം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യമൊന്നുമല്ല പറയുന്നത്. അതല്ലാതെ ഈ പറയുന്ന വ്യാജ പ്രൊഫൈലുകൾ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിച്ചു, അതിനെ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരിശോധനയ്ക്ക് പാർട്ടി പോകുമോ? നേരത്തെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വ്യാജ പ്രചാരണത്തിന് വേണ്ടി ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുള്ളത് BJP ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അത് എങ്ങനെയൊക്കെ പ്രയോഗിച്ചു എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഒരു പുസ്തകമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഐ ആം എ ട്രോൾ എന്ന പുസ്തകം, സ്വാതി ചതുർവേദിയുടെ പുസ്തകം. അതിൽ BJP തന്നെ പറയുന്നു ഞങ്ങൾ എങ്ങനെയാണ് അത് ഉപയോഗപ്പെടുത്തിയതെന്ന് അവർ തന്നെ തുറന്നു പറയുന്നതാണ് ആ പുസ്തകത്തിലുള്ളത്. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്ന രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മോശം പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട്. വടകരയിൽ ഇപ്പോൾ ഇന്ന് വിഷയമായിരിക്കുന്ന കാര്യം KK ലതിക എന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗം എങ്ങനെയാണ് ഒരു വ്യാജ പ്രൊഫൈലിൽ നിന്ന് വന്ന വാർത്ത, അതും വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് ഷെയർ ചെയ്തതെന്നുള്ളതാണ്. ഇന്നവർ അത് പിൻവലിക്കുകയും തൻ്റെ പ്രൊഫൈൽ ലോക്ക് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ തിരുത്തൽ വരുത്തുന്നെങ്കിൽ ഈ നേതാവ് യഥാർത്ഥത്തിൽ മാപ്പ് പറയുകയാണ് വേണ്ടത്. എൻ്റെ ഭാഗത്തുനിന്നൊരു പിഴവ് വന്നു എന്ന് പറയുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള തിരുത്തലുകളാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അങ്ങനെ ഒരു തിരുത്തലിലേക്ക് വരുമോ? ഇന്നിപ്പോൾ KK ലതികയ്ക്ക് പിഴവ് പറ്റിയെന്ന് KT കുഞ്ഞിക്കണ്ണൻ എന്ന നേതാവ് നമ്മുടെ ചർച്ചയിൽ തന്നെ, MV നികേഷ് കുമാർ ചർച്ചയിൽ തന്നെ പറഞ്ഞു. അങ്ങനെ തുറന്നു പറച്ചിലേക്ക് പാർട്ടി വരുമോ? വടകരയിൽ ഞങ്ങൾ ഉപയോഗിച്ച പ്രചാരണ തന്ത്രങ്ങൾ മോശമായിരുന്നു, അത് ചെയ്തുകൂടാത്തതായിരുന്നു എന്ന തിരിച്ചറിവിലേക്ക് അല്ലെങ്കിൽ തുറന്നു പറച്ചിലേക്ക് പാർട്ടി എത്തുമോ? അങ്ങനെ ഒരു വിശദമായ തിരുത്തലിലേക്ക് പാർട്ടി പോകുമോ എന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസവും പാഠം പഠിച്ചു എന്നടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്താണ്. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഇത് ചർച്ച ചെയ്യുന്നത് തോമസ് ഐസക്കിൻ്റെ തുറന്ന പ്രതികരണം വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ്. അപ്പോൾ പാഠം പഠിച്ചു എന്ന് പറയുമ്പോൾ വിവിധ കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ വർഗീയമായി കാര്യങ്ങൾ ചേരിതിരിഞ്ഞിട്ടുള്ള രീതിയിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയ പ്രചാരണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അത് തുടരുമ്പോൾ വെള്ളാപ്പള്ളിയെ തിരുത്തിക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ വെള്ളാപ്പള്ളി ഇങ്ങനെ പറഞ്ഞുകൂടാ എന്ന് പറയാൻ, അല്ലെങ്കിൽ ഒരു കേസ് എടുക്കാൻ തയ്യാറാവുന്നതിലേക്കൊക്കെ പാർട്ടി മാറുമോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് തിരുത്തലുകൾ നടത്തേണ്ടതുണ്ട്.
അത് നടത്തുമോ? അടരുകളായുള്ള പരാജയം, അടരുകളിൽ സംഭവിച്ചിരിക്കുന്ന പരാജയം എന്നാണ്, പല അടരുകളായിട്ടുള്ള പരാജയമാണ്. അപ്പോൾ പല തരത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധനയിലേക്ക് പാർട്ടി കടക്കുമോ, കടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം. എം വി നികേഷ്. Meet the editors.